വിജയരാഘവന്റെ ഭാര്യ ബിന്ദു ടീച്ചർ അകമ്പടി വാഹനമൊക്കെ ഇട്ട് പി അടിച്ചു പോണെന്തിനാ? ടീച്ചർക്ക് നടന്നു പോയിക്കൂടെ? ടീച്ചർക്ക് നടന്നു പോകാനുള്ള ആരോഗ്യമില്ലേ? മറ്റേ മുഖ്യമന്ത്രി മറ്റുള്ളവരൊക്കെ പിന്നീട് നടന്നാൽ മതി. ഒറ്റ ദിവസം ബിന്ദു ടീച്ചർ നടന്ന് സെക്രട്ടേറിയറ്റ് വരെ പോയി നമുക്കൊരു മാതൃക കാണിക്കണം. പുള്ളി വീട്ടിൽ പോയിട്ട് ആദ്യം ഭാര്യ ഉപദേശിക്കട്ടെ, പ്രിയപ്പെട്ട ബിന്ദു സഖാ, ഇന്ന് മുതൽക്ക് നീ സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോകും എന്ന് പറഞ്ഞാൽ ടീച്ചർ കേൾക്കില്ല. തീർച്ചയായിട്ടും കേൾക്കും, അനുസരിക്കും. അപ്പൊ വിജയരാഘവൻ സഖാബിന് ഒരു മാതൃക കാണിക്കാൻ പറ്റും. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഒരു ഇളവ് കൊടുക്കുക, കാരണം അദ്ദേഹത്തിന് പ്രായാധികമുണ്ട്, അനാരോഗ്യമുണ്ട്, പിന്നെ ബുദ്ധിക്ക് ചില സമയത്ത് തകരാറ് കാണിക്കുന്നതായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാം. സ്ഥിരമായിരിക്കും. അത് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തന്നെ ഇടതുപക്ഷം എങ്ങനെ വ്യത്യസ്തമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അല്ലാണ്ട് നിരവധി അനവധി കാറുകൾ, അതിൽ തന്നെ കറുത്ത കാറിൽ മുഖ്യൻ, പുറകിൽ വെളുത്ത ആംബുലൻസിൽ മെഡിക്കൽ ടീം, പിന്നെ പോലീസ്, പട്ടാളം, തുപ്പാക്കി, പീരങ്കി, പാറ്റൻ ടാങ്ക്, ഇതൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നടന്നു പോയിക്കൂടെ? അങ്ങനെ മാതൃക കാണിക്കട്ടെ. മാതൃക അവര് മാത്രം, നമ്മൾ പൊതുജനങ്ങൾ മാതൃക കാണിച്ചാൽ പോലെ. അതുപോലെ പാർട്ടി നേതാക്കന്മാരും പോലെ തന്നെ ഗോവിന്ദൻ മാഷ് താമസിക്കുന്ന പാർട്ടി ഫ്ളാറ്റിൽ നിന്ന് റോഡ് മുറിച്ച് നടന്നാൽ AK സെന്റർ, അപ്പൊ കാർ ഉപേക്ഷിക്കുക. അങ്ങനെ കാർ എന്ന് പറഞ്ഞ സ്ഥാനം തന്നെ ഉണ്ടാക്കുക. ജനകീയ ചൈനയിൽ എല്ലാവരും സൈക്കിളിലല്ലേ യാത്ര, നമുക്ക് കാൽനടയായിട്ട് പോയാൽ ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യം നടന്നു